എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MJ യൂണിവേഴ്സിറ്റി PG കോഴ്സുകളിലേക്കുള്ള ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in/pgcap2024/ എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇതിൽ പറഞ്ഞത് പ്രകാരം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജൂലൈ 30 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ബന്ധപ്പെട്ട കോളേജുകളിൽ സ്ഥിര അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൽ നൽകിയിട്ടുണ്ട് ബിരുദാനന്തര ബിരുദ ഏകജാല പ്രവേശനം. ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. അതായത് സ്ഥിര പ്രവേശനം എടുക്കുന്ന അപേക്ഷകരും ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത ശേഷം കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൽ അടക്കേണ്ട ഫീസിനെ പറ്റി മനസ്സിലാക്കേണ്ടതും കോളേജിൽ നേരിട്ട് ഹാജരായി പ്രവേശനം 30 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് എടുത്ത് കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. താൽക്കാലിക പ്രവേശനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. ഇത്തരക്കാർക്ക് കോളേജുമായി ബന്ധപ്പെട്ട് 30 അതായത് ജൂലൈ 30 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് പ്രവേശനം എടുക്കേണ്ടതാണ്. അപേക്ഷകർ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സർവ്വശാലയിലേക്ക് അടക്കേണ്ടതായിട്ടുള്ള ഫീസ് ഓൺലൈനായിട്ട് അടക്കുക. മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുക്കുക. ഒന്നാം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ ലഭിച്ച ഓപ്ഷനിൽ സ്ഥിര പ്രവേശനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരോ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നേരിട്ട് എത്തി നിങ്ങൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കി നിശ്ചിത ട്യൂഷൻ ഫീസ് എത്ര രൂപയാണെന്നുള്ളത് നിങ്ങൾ കോളേജിൽ വിളിച്ച് അന്വേഷിക്കേണ്ടി വരും. 30 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. തുടർന്ന് പ്രവേശനം എടുക്കാത്തതിൻ്റെ തെളിവായി കൺഫർമേഷൻ സ്ലിപ്പ് ബന്ധപ്പെട്ട കോളേജുകളിൽ, അതായത് നിങ്ങൾ പ്രവേശനം എടുത്തതിൻ്റെ തെളിവായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് കോളേജിൽ നിന്നും ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്. പ്രസ്തുത കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി താൽക്കാലിക അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുത്ത ശേഷം ലഭ്യമാവുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനം കൺഫേം ചെയ്യേണ്ടതാണ്. ഇത്തരക്കാർ കോളേജുകളിൽ നേരിട്ട് ഹാജരാവേണ്ടതില്ല. അതുപോലെ തന്നെ പ്രവേശനം എടുത്തവർ കോളേജുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രവേശനം വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും അപേക്ഷയിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 30/7/2024 അതായത് 30 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ടതാണ്. 30 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് കോളേജുകളിൽ ബന്ധപ്പെട്ട് പ്രവേശനം പൂർത്തീകരിക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത് പെർമനൻറ്റ് അഡ്മിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ട് അഡ്മിഷൻ എടുത്ത കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് ചോദിച്ച് വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഈ നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ്. ആദ്യം ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ മോഡ് ഓഫ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. മോഡ് ഓഫ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത ശേഷം ഈ ടെമ്പററി എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിളിച്ച് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ താൽക്കാലികം ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ അവിടെ എടുക്കുക. അതായത് ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷന് നിങ്ങൾ ഓൺലൈനായിട്ടാണ് എടുക്കേണ്ടത്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു കോളേജിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യേണ്ടത്. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു വിധ പരാതികൾക്കും അത് യൂണിവേഴ്സിറ്റിയിൽ നൽകേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഏത് രീതിയിലും, അതായത് പെർമനൻ്റ് ആയാലും ടെമ്പററി ആയിരുന്നാലും നിങ്ങൾ ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ജൂലൈ 30 വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.